സ്വപ്നങ്ങൾ കാണാത്ത മനുഷ്യരുണ്ടോ? പകൽക്കിനാവെങ്കിലും കാണും. സാധാരണ സ്വപ്നങ്ങളുണ്ട് എല്ലാ ദിവസവും. ക്വൈറ്റ് മീനിങ്ലെസ് ആണ്. നമ്മൾ അന്നേരം ആ സമയത്തുള്ള ചില ഓർമ്മകളും ചില പഴയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള നോർമലായിട്ടുള്ള ഡ്രീംസ്. ചിലത് ലൂസിഡ് ഡ്രീംസ് ആണ്. അത് നമ്മുടെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ആ സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള ലൂസിഡായിട്ടുള്ള ആ സമയത്ത് ഉണ്ടാകുന്ന ഡ്രീംസ് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇവർക്ക് തന്നെ സ്റ്റോറി ലൈൻ മെനയാൻ സാധിക്കും. പിന്നെ ഫോൾസ് അവേക്കണിങ് എന്ന് പറയും. ഇപ്പം നമ്മൾ പകൽ എഴുന്നേറ്റതായിട്ടും നമ്മൾ ജോലികൾ ചെയ്യുന്നതായിട്ടും നമ്മുടെ ഡെയിലി റുട്ടീൻസ് അനുവർത്തിക്കുന്നതായിട്ടുമൊക്കെ സ്വപ്നം കാണും. അതിൻ്റെ അർത്ഥം ഇനി രാവിലെ എഴുന്നേൽക്കണമല്ലോ, പകൽ കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ള ഉത്കണ്ഠ ഉള്ളവർക്കാണ് പ്രധാനമായിട്ടും സംഭവിക്കുക. പിന്നെ ചിലർക്ക് നൈറ്റ് മേഴ്സ് ഉണ്ട്, പേക്കിനാവും. അത് ഒളിഞ്ഞു കിടക്കുന്ന ചില പേടി, ചില ഭയങ്ങൾ, ചില അസ്വസ്ഥതകൾ. അതുപോലെ തന്നെ നൈറ്റ് ടെറേഴ്സ് ഉണ്ട്. അത് നോൺ റാപ്പിഡായി മൂവ്മെൻറ്റ് സമയത്ത് സംഭവിക്കുന്നതാണ്. ഒരുപക്ഷെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള, പരിഹാരം കണ്ടെത്താതെ കിടക്കുന്ന ചില തീവ്രമായിട്ടുള്ള വിഷയങ്ങൾ ഇവരുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. അപ്പോൾ സ്വപ്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ റിക്കറിങ് ഡ്രീംസ് ഉണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരേ സ്വപ്നം തന്നെ കാണുന്ന അവസ്ഥ. അതുപോലെ പ്രൊഫറ്റിക് ഡ്രീംസ് എന്ന് പറയും, പ്രീ കോഗ്നിറ്റീവ്. എന്ന് വെച്ചാൽ എന്താണ്? ഇനി നടക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെ ആയിരിക്കും എന്ന് സ്വപ്നത്തിലൂടെ ഒരു ധാരണ ചിലപ്പോൾ ചിലർക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ട്. ആണെങ്കിൽ പോലും നമുക്ക് ഇതിന് ഇൻ്റർപ്രിട്ടേഷൻസ് ചെയ്യാം. ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻസ്, ഡ്രീം അനാലിസിസ്. അപ്പം നമുക്ക് ഡ്രീമിനെ മാനിപ്പുലേഷൻസ് ചെയ്യാനും സാധിക്കും. നമുക്ക് ചില കേസുകളിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന പല ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നമ്മൾ നമ്മുടെ ക്ലയൻസിന് കൊടുക്കുന്ന ചില റിലാക്സേഷൻസ്, ചില അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ തെറാപ്പീസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവർക്ക് ചില നിർദ്ദേശം കൊടുക്കാറുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന, ചില നിങ്ങളെ അസ്വസ്ഥമാക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ വെൻഡിങ് ഡ്രീംസ് ആയിട്ട് പുറന്തള്ളിപ്പോകും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ കോർട്ടെക്സ് ഏരിയയിൽ ഉണ്ടാകുന്ന സർട്ടൻ ഇലക്ട്രിക്കൽ സ്റ്റിമുലൈസ് ആണ് ഈ സ്വപ്നങ്ങളായിട്ട് കാണുന്നതായിട്ട് പഠനം പറയുന്നുണ്ട്. എന്തായാലും സ്വപ്നത്തിന് പ്രാധാന്യം കൊടുക്കാം. ചില നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള സ്റ്റഡീസ്, ചില ഉത്തരം കണ്ടുപിടിക്കാൻ, നിങ്ങൾ അലട്ടുന്ന ചില വിഷയങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ, അങ്ങനെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി സ്വപ്നത്തിനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഡ്രീം അനാലിസിസ്, ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻസ് ചെയ്യാനുള്ള അവസരം നമുക്കിവിടെ അയത്തിലിൽ മെഡിട്രീന ഹോസ്പിറ്റൽ എൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്. നമുക്ക് സ്വന്തമായിട്ടും ഉണ്ട് NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിൽ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വിളിച്ചിട്ട് വരാം. 9605743596 ആണ് എൻ്റെ നമ്പർ. അതുകൊണ്ട് സ്വപ്ന യാഥാർത്ഥ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സ്വപ്നങ്ങളുടെ പിന്നിൽ നമ്മൾ തീർച്ചയായിട്ടും പകൽ സമയങ്ങളിൽ സ്വപ്നം കാണണം. നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ കാണണമല്ലോ. അത് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഡ്രീംസ്. അപ്പോൾ എന്തായാലും സ്വപ്നം നിങ്ങളെ അലട്ടുന്നുണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ ചില സ്വപ്നങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഞെട്ടി ഉണരുന്നു രാത്രിയിൽ, നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ചില സ്വപ്നങ്ങളിലൂടെ, അല്ലെങ്കിൽ മരിച്ചു പോയവരെ സ്വപ്നം കാണുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ സ്വപ്നത്തിൽ കാണുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് സ്വപ്നത്തിന്. നമുക്കത് അനലൈസ് ചെയ്യാൻ ഉള്ള സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള ടെക്നിക്സ്, മോഡാലിറ്റീസ്, സിസ്റ്റംസ് നമുക്ക് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട്. വന്ന് പ്രയോജനപ്പെടുത്തൂ. നമുക്ക് ഡ്രീം അനാലിസിസ്, ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് ചെയ്യാം. വരിക, വെൽക്കം.